Praise God. It is a joy to see all of you in the house of God this morning to worship our Lord and Savior Jesus Christ. I thank and praise God for giving us this awesome opportunity to be in the presence of God. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും കാണുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഈ സഭയ്ക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരായ പാസ്റ്റർ വർഗീസ് മാത്യു, പാസ്റ്റർ ഷിബു ജോൺ, അവരെ എല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഇന്ന് പകലിൽ ആരാധിപ്പാൻ ലഭിച്ചിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. സമയത്തിൻ്റെ വാല്യൂ എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഒട്ടും മുഖവര പറഞ്ഞ് സമയം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. Let us turn our attention to the book of Psalms. Let us open our Bibles, turn our attention to the book of Psalms. Psalm 42 and 43, we are going to meditate together this morning. I know it's a long portion, but I'm not going to take a lot of time to explain all these verses. But we are going to learn a few principles out of this portion, and I believe that will enrich and exhort our Christian life as we move forward in this journey. We had an excellent Bible study this morning from Pastor Thomas Abraham, and I was planning to continue that portion from the book of 2 Corinthians chapter 1 verses 1 through 11, but talking about the purpose of suffering this morning. കർത്താവിൻ്റെ ദാസനിലൂടെ ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ സ്റ്റഡിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനോട് ചേർന്ന് 1 കൊരിന്ത്യൻസിൽ നിന്നൊരു പോർഷൻ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും basically he covered pretty much what I was going to say, so I changed the portion. മാത്രമല്ല, ഈ കഷ്ടത എന്നുള്ള വിഷയം പിന്നെയും നിങ്ങൾ കേൾക്കാൻ അതൊരു പിന്നൊരു കഷ്ടതയായി മാറണ്ടെന്ന് വിചാരിച്ച് I changed my subject. But very, very important message or topic that he covered this morning. വളരെ ഈ കാലത്തിന് ആവശ്യമായ ഒരു സന്ദേശമാണ് ദൈവദാസനിലൂടെ നമുക്ക് കേൾക്കുവാനായിട്ടിടയായി തീർന്നത്. But what we are going to meditate this morning is very parallel to what he said. ഇന്ന് കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ച ആ സന്ദേശവുമായിട്ട് സമാന്തരമായി തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു പോർഷനാണ് ഇന്ന് ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. So the title of my message is How to Deal with Pain and Despair in Life. How to deal with pain and despair in life. എങ്ങനെയാണ് വേദനയെ, കഷ്ടതയെ, പ്രതിസന്ധികളെ, നിരാശയെ നമുക്ക് ജീവിതത്തിൽ അഭിമുഖീകരിക്കാനായി സാധിക്കേണ്ടുന്നത്. I know that it is a reality. Discouragement comes to all of our lives. നമ്മൾ എത്ര ഭക്തരാണ്, ശക്തരാണെന്ന് പറഞ്ഞാലും ഈ സഫറിങ്, കഷ്ടത, അതുപോലെ അതിലൂടെയൊക്കെ ഉണ്ടാകുന്ന നിരാശകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വേദനയും കഷ്ടതയും നിരാശയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കണമെന്നുള്ളതിൻ്റെ ആത്യന്തികമായ ഉത്തരം നമുക്ക് വചനത്തിലൂടെ അതേ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. So let us meditate this portion this morning. What should be our response to discouragement? നാം നിരാശയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കണമെന്ന് ദൈവവചനം നമ്മെ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. When you read Psalm 42 and 43, the man of God, the writer of this portion, actually the scholars, Bible scholars says 42 and 43 go together. 42ഉം 43ഉം സങ്കീർത്തനങ്ങൾ ഒരുമിച്ച് പോകുന്ന കീർത്തനങ്ങളാണ്. അപ്പം അതൊരുമിച്ച് പഠിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പരിശോധനകളെയും അതുപോലെ നിരാശയും നമുക്ക് അതിജീവിപ്പാൻ സാധിക്കേണ്ടതെന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. So the first principle is, അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ when you study the Bible very carefully, we can see that all of the Bible characters have gone through disappointments in life. നമ്മൾ വേദപുസ്തകം ശരിക്കും പഠിക്കുകയാണെങ്കിൽ വേദപുസ്തകത്തിലെ ക്യാരക്ടേഴ്സ്, കഥാപാത്രങ്ങളെല്ലാം തന്നെ പല സമയങ്ങളിൽ അവരുടെ ജീവിതത്തിൽ നിരാശയുടെ അതിതീവ്രമായ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയവരാണ്. കർത്താവിൻ്റെ ദാസൻ എന്ന പോലും നമ്മെ ഒരു കാര്യം ഓർപ്പിക്കാനിടയായി തീർന്നു. ഈ കാലത്ത് എന്തെന്നില്ലാത്തൊരു തിയോളജി പ്രസംഗിക്കപ്പെടുന്നുണ്ട്. ആ തിയോളജി ഇങ്ങനെയാണ്: The children of God should not go through suffering in life.
നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കഷ്ടത വരാൻ അതേ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു സമൃദ്ധിയുടെ ശാസ്ത്രം ഇന്ന് അതേ ക്രിസ്തീയ സമൂഹത്തിൽ അങ്ങിങ്ങായിട്ട് നാം അതേ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം, ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിച്ച എല്ലാവരും വിവിധമായ പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയവരാണ്. അവരുടെ ജീവിതത്തിലെല്ലാം വിവിധമായ കഷ്ടങ്ങളും പ്രയാസങ്ങളും നിരാശയുടെ അനുഭവങ്ങളും വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പുസ്തകം വ്യക്തമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നമുക്കറിയാം, ലുക്ക് അറ്റ് ദ ലൈഫ് ഓഫ് എലൈജ, ദ പ്രോഫറ്റ് എലൈജ. വളരെ ശക്തമായ ശുശ്രൂഷ ചെയ്ത ഒരു ദൈവദാസനായിരുന്നു ഏലിയാവെങ്കിലും ഒരു സ്ത്രീയുടെ വാക്കിന് മുമ്പിൽ അദ്ദേഹം വളരെ നിരാശപ്പെട്ടിട്ട് ഇനി എനിക്ക് ജീവിക്കുക പോലും വേണ്ട എന്ന് നമുക്ക് അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് പുസ്തകത്തിൽ നിന്ന് കാണുവാനായി സാധിക്കുന്നുണ്ട്. വെൻ യു റീഡ് ദ ബുക്ക് ഓഫ് കിങ്സ്, ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 19, എനിക്ക് തോന്നുന്ന 19-ാം അധ്യായമാണെന്ന് തോന്നുന്നു, അവിടെ എഴുതിയിട്ടുണ്ട്, ഹി വാസ് അഫ്രൈഡ് ആൻഡ് ഹി റാൻ ഫോർ ഹിസ് ലൈഫ് ആൻഡ് ഹീ ആസ്ക്ഡ് ഗോഡ് ടു ടേക്ക് ഹിസ് ലൈഫ് ഫ്രം ദിസ് എർത്ത്. അദ്ദേഹം നിരാശപ്പെട്ടിട്ട് ദൈവമേ എനിക്കിനി ജീവിക്കണ്ട, മതി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. പിന്നെ നമ്മൾ യോഹന്നാൻ സ്നാപകനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ വി നോ ദാറ്റ് ഹീ കെയിം ടു പ്രിപ്പയർ ദ വേ ഫോർ ജീസസ് ക്രൈസ്റ്റ്. യേശുവിന് വേണ്ടി വഴിയൊരുക്കാനായി വന്ന ഒരു ദൈവഭൃത്യനായിരുന്നെങ്കിലും താൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ മൂലം ഒരുപക്ഷെ തനിക്കൊരു വിടുതൽ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അങ്ങനെ നടക്കാതെ വന്നപ്പോൾ മശിഹായെ പോലും സംശയിക്കുന്ന നിരാശയുടെ അനുഭവങ്ങളിൽ കൂടി താൻ കടന്നുപോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസ് വളരെ ധൈര്യത്തോടെ ശുശ്രൂഷിച്ചൊരു മനുഷ്യനാണെങ്കിലും ഞാൻ മുമ്പേ ഓർപ്പിച്ച പാസേജിൽ 2 Corinthians chapter 1 വരുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ആസിയിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കരുത്. ജീവിതം അല്ലെങ്കിൽ മരിക്കുമോ എന്ന നിരാശ പോലും ഉള്ളിൽ കയറിയ നിമിഷങ്ങൾ ജീവിതത്തിലുണ്ടായി. അപ്പോൾ ദൈവമക്കളെ, ഇവരെയൊക്കെ മുമ്പിൽ കൊണ്ടുവരുന്നത് അവരെ കുറച്ച് കാണിക്കാനല്ല, അതിശക്തമായ ശുശ്രൂഷ ചെയ്തവരാണ്. എങ്കിലും ജീവിതത്തിൽ അവർ അഭിമുഖീകരിച്ച ചില കഷ്ടതയുടെയും ബുദ്ധിമുട്ടിൻ്റെയും മധ്യത്തിൽ വളരെ നിരാശയിൽ കൂടെ അവർ കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പക്ഷേ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അങ്ങനെ അദ്ദേഹം പറയുന്നെങ്കിലും പിന്നെ അവിടെ നിന്ന് പിടിച്ചു കയറുകയാണ്. അപ്പോൾ നിരാശയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നിരാശയുടെ താഴ്വരയിൽ നമ്മൾ നിന്നു പോകുന്നവരല്ല. ധൈര്യമായിട്ട് പറയണം, എൻ്റെ കർത്താവ് തരുന്ന സഹായത്താൽ ദൈവവചനത്തിൻ്റെ ഉറപ്പും ധൈര്യവും എന്നിൽ ഉള്ളിടത്തോളം കാലം ഏത് നിരാശയും എനിക്ക് അതിജീവിക്കാനായി സാധിക്കും. നമുക്ക് വേഗത്തിൽ ഇവിടെ നിന്ന് let us learn few principles. Number 1 principle is that why suffering അല്ലെങ്കിൽ how to deal with pain and discouragement in life എന്നുള്ളതിന് ഒന്നാമതായിട്ട് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്, when you are discouraged in life, recognize it and begin to confront it. ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയാം. when you are discouraged in life, recognize it and begin to confront it. നിങ്ങൾ നിരാശയുടെ താഴ്വരയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ, നിരാശയുടെ ജീവിതാനുഭവങ്ങളിൽ കൂടെ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ അതിനെ മനസ്സിലാക്കാനും അതിനെ നേരിടാനുമുള്ള ഒരു കരുത്ത് ദൈവമക്കൾക്ക് ഉണ്ടാകണം. എന്തിനാ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സം പീപ്പിൾ ദേ ഓൾവേസ് ഡിനൈ ദ പ്രോബ്ലം. ചിലർ വിചാരിക്കുന്നത്, മുമ്പേ പറഞ്ഞ ആ വേദശാസ്ത്ര ഗ്രൂപ്പ് നമ്മളോട് പറയും, നിങ്ങൾ ഏത് പ്രശ്നത്തിൽ കൂടെ കടന്നു പോയാലും അതിനെ അഡ്മിറ്റ് ചെയ്യരുത്, നിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്നേ നിങ്ങൾ പറയരുത്. ഇന്ന് രാവിലെ കാലം വളരെ വ്യക്തമായി ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെ നിഷേധിച്ച് നിൽക്കുന്നത് കൊണ്ട് പ്രശ്നമില്ലാതെ വരികയില്ല. നാം കടന്നു പോകുന്ന പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ പ്രശ്നമില്ലാതെ വരികയില്ല. സങ്കീർത്തനക്കാരൻ വ്യക്തമായി പറയുന്നു, അല്ലെങ്കിൽ വേദപുസ്തകം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു, പ്രോബ്ലംസ് ആർ റിയാലിറ്റീസ്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. പ്രശ്നത്തെ ഡിനൈ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. ഓൾവേസ് റെക്കഗ്നൈസ് ഇറ്റ് ആൻഡ് ബിഗിൻ ടു കൺഫ്രണ്ട് ഇറ്റ്. നമ്മുടെ പ്രശ്നങ്ങളെ നാം മനസ്സിലാക്കണം, നാം അതിനെ നേരിടണം. നോക്കിക്കേ നിങ്ങൾ, Psalm 42 verse 5, 6 and 11, also 43 verse 5. സമയത്തിൻ്റെ കുറവിനാൽ വാക്യങ്ങളെല്ലാം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരേ വാക്യം ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ദ സെയിം വേർഡ്സ് ഈസ് റിപ്പീറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. 5, 6, 11 and then 43 verse 5. അവിടെ എല്ലാം എന്താണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്? സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക. So he realized he is going through a problem in life.
എൻ്റെ മനസ്സെ നീ വിഷാദിച്ചിരിക്കുന്നത് എന്തെന്ന് താൻ തന്നോട് തന്നെ ചോദിക്കുക എന്ന ഒരനുഭവമാണ് കാണുന്നത്. അപ്പോൾ തനിക്ക് മനസ്സിലായി ഈ ഒരു പ്രശ്നത്തിൽ കൂടെ താൻ കടന്നു പോകുന്നു. അതേ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് താൻ പറയുന്നതുണ്ട്. അപ്പോൾ മനസ്സ് വിഷമിക്കുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇന്ന് ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ഒരാൾക്കും പറയാൻ കഴിയത്തില്ല എനിക്കൊരു പ്രശ്നവുമില്ലെന്ന്. നമ്മളെല്ലാം പല വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ മനസ്സ് വിഷമിച്ചിരിക്കുന്നവരാണ്. ആ വിഷമത്തെ മനസ്സിലാക്കാൻ നമുക്കിടയായിത്തീരണം. അതില്ല എന്ന് പറയുന്നത് കൊണ്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. നിശ്ചയമായിട്ടും അതിനെ അറിയാനും അതിനെ നേരിടാനുമുള്ളതായ ഒരു കരുത്ത് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. പ്രൈസ് ഗാഡ്. ഇന്ന് രാവിലെ കാലം നാം പാടിയ ഗാനങ്ങളെല്ലാം ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ദ റെയിൻ കെയിം, ദ വിൻ ബ്ലൂ. എന്നിട്ട് എന്താ പറയുന്നത്? അപ്പോൾ പ്രശ്നമുണ്ടല്ലേ. ദ റെയിൻ കെയിം, ദ വിൻ ബ്ലൂ, ബട്ട് ബിക്കോസ് ജീസസ് ക്രൈസ്റ്റ് ഈസ് മൈ ഫൗണ്ടേഷൻ, ഐ വിൽ മേക്ക് ഇറ്റ് ത്രൂ, ഹി വിൽ നെവർ ഫെയിൽ മീ. അപ്പോൾ മഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, പ്രശ്നങ്ങൾ വന്നു എന്നുള്ളത് എല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ എൻ്റെ യേശു കർത്താവ് ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നിടത്തോളം കാലം ഐ വിൽ മേക്ക് ഇറ്റ് ത്രൂ, ഞാൻ ഇതിനെ ഓവർകം ചെയ്യും, ഞാൻ ഇതിനെ അതിജീവിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആമേൻ. പ്രൈസ് ഗാഡ്. അപ്പോൾ ഒന്നാമതായിട്ട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ മനസ്സിലാക്കാനും അതിനോട് പ്രതികരിക്കാനുമുള്ളതായ ഒരു ശക്തി നമുക്ക് ഉണ്ടാകണം. The second principle is, when you are discouraged, seek the person of God. When you are discouraged, seek the person of God. ഞാനും നിങ്ങൾ നിരാശയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം? ദൈവത്തെ തന്നെ നമുക്ക് അന്വേഷിപ്പാനായിട്ട് ഇടയായിത്തീരണം. ആ വാക്ക് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. നാം നിരാശയിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ തന്നെ നാം അന്വേഷിപ്പാനായിട്ട് ഇടയായിത്തീരണം. ഇവിടെ chapter 42 verse 1 and 2, it talks about that. ദൈവത്തെ തന്നെ അന്വേഷിക്കണം. You know, the tragedy of the Christian circle is today, the tragedy of the Christian circle is, we are always, when you go through a problem, we are always looking for a quick fix, quick solution. നമുക്കെല്ലാവർക്കും വിടുതൽ ആവശ്യമാണ്. ഈ മുമ്പേ പറഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരിങ്ങനെ എപ്പോഴും വിടുതൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. വിടുതൽ എല്ലാവർക്കും ആവശ്യമാണ്, എനിക്കും ആവശ്യമാണ്, നിങ്ങൾക്കും ആവശ്യമാണ്. പക്ഷേ the tragedy is, we are always looking for a deliverance, not ultimately seeking for the God of deliverance. നിങ്ങൾക്ക് ആശയം പിടികിട്ടിയോ? വിടുതൽ ആവശ്യമാണ്. പക്ഷേ ആ വിടുതലിനേക്കാൾ ഉപരിയായി നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ വിടുതൽ തരുന്ന ദൈവത്തെ തന്നെയാണ് നമുക്ക് ആവശ്യം. വിശുദ്ധ കാര്യങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്ത് വിടുതൽ ആവശ്യമാണ്. എല്ലാവർക്കും വിടുതൽ ആവശ്യമാണ്. പക്ഷെ വിടുതലല്ല നമ്മുടെ പ്രധാന വിഷയം. വിടുതൽ തരുന്ന ദൈവത്തെ തന്നെയാണ് നാം മുറുകെ പിടിക്കേണ്ടത്. വേഗത്തിൽ നമുക്ക് നോക്കാം ഇത് ശരിയാണോ എന്ന്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ചില വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അതേ 6-ാം വാക്യം, 11-ാം വാക്യം, അത് കഴിഞ്ഞിട്ട് ചാപ്റ്റർ 43 വേഴ്സ് 4 and 5, അവിടെ എല്ലാം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. മൈ ഗാഡ്. അപ്പോൾ ഒന്നാമതായിട്ട് ഏത് പ്രശ്നത്തിൻ്റെയും നടുവിൽ അദ്ദേഹം എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നു. വേഗത്തിൽ പറയുക. ഇനി നിങ്ങൾ ചാപ്റ്റർ 42 വേഴ്സ് 8 ഒന്ന് നോക്കിക്കേ. അവിടെ ദൈവത്തെക്കുറിച്ച് എന്താ പറഞ്ഞു വരുന്നത്? ചാപ്റ്റർ 42 വേഴ്സ് 8 എന്താ പറയുന്നത്? അതെ, എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. കണ്ടോ, എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ, ഗാഡ് ഓഫ് മൈ ലൈഫ്. അപ്പോൾ ആദ്യം അദ്ദേഹം തുടങ്ങുന്നത് മൈ ഗാഡ്, എന്നിട്ട് രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്നു ദ ഗാഡ് ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവൻ്റെ ദൈവത്തോട്, ദ ഗാഡ് ഓഫ് മൈ ലൈഫ്. ഇനി നോക്കിക്കേ 42:9 ഒന്ന് നോക്കിക്കേ. അവിടെ എന്താ ദൈവത്തെക്കുറിച്ച് പറയുന്നത്? എൻ്റെ പാറയായ ദൈവം, അല്ലേ? ദ ഗാഡ് ഓഫ് മൈ റോക്ക്, ദ ഗാഡ് ഓഫ് മൈ റോക്ക്. എന്നിട്ട് ചാപ്റ്റർ 43 വേഴ്സ് 2 നോക്കിക്കേ. അവിടെ മലയാളത്തിൽ എൻ്റെ ശരണമായ ദൈവം എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ ദ ഗാഡ് ഓഫ് മൈ സ്ട്രെങ്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? എൻ്റെ ശക്തിയായ ദൈവം. ഇനി ചാപ്റ്റർ 43 വേഴ്സ് 4 ഒന്ന് നോക്കിക്കേ. അവിടെ എന്താ പറയുന്നത്? എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും, ദ ഗാഡ് ഓഫ് മൈ എക്സീഡിങ് ജോയ്. നിങ്ങൾ ആ പ്രോഗ്രഷൻ ഒന്ന് കണ്ടോ? വേഗത്തിൽ പറയുന്നതുകൊണ്ട് ഇത് പിടികിട്ടാതെ പോകരുത്. ഇത് ഈ മെസ്സേജിൻ്റെ ഒരു കോറായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം നിരാശയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഹീ ഈസ് സീക്കിംഗ് ദ പേഴ്സൺ ഓഫ് ഗാഡ്. ദൈവത്തെ തന്നെ അന്വേഷിക്കുക. വിടുതലല്ല പ്രധാനമായിട്ടും തൻ്റെ വിഷയം, വിടുതൽ തരുന്ന ദൈവത്തെ തന്നെ അന്വേഷിക്കുകയാണ്. ആ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ
ആദ്യം പറയുന്നു എൻ്റെ ദൈവം, പിന്നെ പറയുന്നു എൻ്റെ ജീവൻ്റെ ദൈവം, പിന്നെ പറയുന്നു എൻ്റെ പാറയായ ദൈവം, പിന്നെ പറയുന്നു എൻ്റെ ശക്തിയായ ശരണമായ ദൈവം. അവസാനമായി കൊണ്ടുവന്ന് കൺക്ലൂഡ് ചെയ്ത് നിർത്തുന്നു. നിങ്ങൾ നോക്കിക്കേ, ദ ഗാഡ് ഓഫ് മൈ എക്സീഡിങ് ജോയ്, എൻ്റെ പരമാനന്ദമായ ദൈവം. ആമേൻ. ഇന്ന് രാവിലെ കാലം ആരാധനയ്ക്കായി കടന്നു വന്ന ദൈവമക്കളോട് പറയട്ടെ, ഈ ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ, ഏത് കഷ്ടതയുടെ മധ്യത്തിലും ദി എക്സീഡിങ് ജോയ് ആയി വെളിപ്പെട്ട് വരുന്ന ഒരു ദൈവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളെ നമുക്ക് അത് സഫലമായിട്ട് നേരിടുവാനായിട്ടിടയായി തീരും. ഇപ്പോൾ 2 പ്രിൻസിപ്പിൾസ് നമ്മൾ വേഗത്തിൽ പഠിച്ചു. ഒന്ന്, നാം പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനെ അറിയണം, അതിനെ അംഗീകരിക്കണം, അതിനെ നേരിടണം. 2, നാം നിരാശയിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് വിടുതൽ അല്ല പ്രധാനമായും നമ്മൾ ആഗ്രഹിക്കുന്നത്, വിടുതൽ തരുന്ന ദൈവത്തെ തന്നെ നാം അന്വേഷിക്കണം. The third principle is, when you are discouraged, seek the presence of God. ദൈവസാന്നിധ്യം തന്നെ നമ്മൾ അന്വേഷിക്കണം. ചാപ്റ്റർ 42 നോക്കിക്ക്, 42-ാം സങ്കീർത്തനം, അതിൻ്റെ 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. ഞാൻ എപ്പോൾ, എല്ലാവരോടും ചേർന്നെന്ന് പറയാമോ, ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും. ദാറ്റ് വാസ് ഹിസ് അൾട്ടിമേറ്റ് ഡിസയർ. എനിക്ക് എപ്പോൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദി ഓൺലി തിങ് ഐ ഡിസയർ ഇൻ മൈ ലൈഫ്. എനിക്ക് എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയായി തീരും. ഹീ ഈസ് എൻജോയിങ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവസാന്നിധ്യം ഇത്രയും ആസ്വദിക്കുന്ന ഒരു ഭക്തനെ നമുക്ക് കാണാൻ കഴിയില്ല. എന്ന് ഒരുപാട് ആളുകൾക്ക് ഈ ദൈവസാന്നിധ്യം എന്ന് പറഞ്ഞൊരു ബേർഡനാ. ഇത് എപ്പോൾ തീരും എന്നാണ് നമ്മുടെ ചോദ്യം. വെൻ ദിസ് ഈസ് ഗോയിങ് ടു എൻഡ്? മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ just looking for that final benediction. But the man of God, ദൈവഭക്തൻ പറയാണ്, എപ്പോഴും എനിക്ക് ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം. ആമേൻ. അപ്പം നമ്മുടെ നിരാശകളെ നേരിടാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം, ഓൾവേസ് എൻജോയ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഈ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസൻസ് ഓഫ് ഗാഡ് എന്ന് പറഞ്ഞത് ചില കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ മാത്രം എൻജോയ് ചെയ്യുന്നൊരു കാര്യമായിട്ട് അല്ല ദൈവമക്കളെ. 24/7 യു ആർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ്. 24 മണിക്കൂറും 7 ദിവസവും നാം ദൈവസാന്നിധ്യത്തിലാണ്. ദൈവസാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപോകാൻ പറ്റുന്ന ഒരു അവസരമുണ്ടോ? സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എവിടെ പോയി പാർത്താലും ഐ എൻജോയ് യുവർ പ്രസൻസ്. നോ മാറ്റർ വേർ ഐ ഗോ ഐ എൻജോയ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. എവിടെ പോയി പാർത്താലും ദൈവസാന്നിധ്യം എനിക്ക് അനുഭവിപ്പാനായി കഴിയും. ആസാഫ് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. 73-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, ഭൂമിയിൽ എനിക്ക് ആരുള്ളൂ അങ്ങല്ലാതെ, സ്വർഗത്തിൽ കയറിയാലും അങ്ങല്ലാതെ എനിക്ക് ആരുമില്ല. ദാറ്റ് ഈസ് ദ ടെസ്റ്റിമണി ഓഫ് എ ട്രൂ ചൈൽഡ് ഓഫ് ഗാഡ്. എവിടെയായിരുന്നാലും ആരൊക്കെ ഉണ്ടെന്നുള്ളതല്ല പ്രശ്നം, നമുക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ളതല്ല പ്രശ്നം. ഭൂമിയിലായാലും സ്വർഗത്തിലായാലും there is only one person I desire in my life, that is God himself. എനിക്ക് എൻ്റെ ദൈവത്തെ തന്നെ എൻജോയ് ചെയ്യാനായിട്ടിടയായി തീരണം. 4th principle, when you are going through discouragement in life, always seek the praise of God. ദൈവത്തെ സ്തുതിക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നാം നിരാശയുടെ അനുഭവം കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. ലുക്ക് അറ്റ് ചാപ്റ്റർ 42, 42-ന്റെ 8 വായിച്ചു നോക്കിക്കേ. അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും, രാത്രി സമയത്ത്, എല്ലാവരോടും ചേർന്നെന്ന് പറഞ്ഞേ, രാത്രി സമയത്ത് ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പാട്ട് പാടിക്കൊണ്ടിരിക്കും. ഇവിടെ അക്ഷരികമായ രാത്രിയെക്കുറിച്ചായിരിക്കാം ഒരു പക്ഷെ പറയുന്നത്. എന്നാൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ ലൈഫിൽ ചില രാത്രിയുടെ അനുഭവങ്ങളുണ്ടല്ലേ. രാത്രിയുടെ അനുഭവങ്ങളിൽ കൂടെ പോകുമ്പോൾ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. യോബിനോട് ചോദിച്ച് യോബ് പറയും, അർദ്ധരാത്രിയിലെ സംഗീതം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലേ. എല്ലാം നന്നായി പോകുമ്പോൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഊർജ്ജമുണ്ട്. ഞാൻ ആരെയും കുറ്റം പറയല്ല. പക്ഷേ വെൻ യു ഗോ ത്രൂ ഡിസ്കറേജ്മെൻറ്റ് ഇൻ ലൈഫ്, the last thing you want to do is sing a song for the Lord. നാം നിരാശയുടെ അനുഭവം കൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് പാട്ട് പാടാൻ നല്ല ബുദ്ധിമുട്ടാണ്, ദൈവത്തെ സ്തുതിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഒരു മെഡിസിന് കൊണ്ടും അതേ ഫലപ്രദമാകാത്ത ഏത് ഡിപ്രഷനും ഏത് ഡിസ്കറേജ്മെൻറ്റും ജീവിതത്തിൽ നിന്ന് വിട്ടുപോകാൻ ഒറ്റ വഴിയേ ഉള്ളൂ. യേശു കർത്താവിൻ്റെ നാമം ഏറ്റുപറഞ്ഞ് വിശ്വാസ പ്രഖ്യാപനമായി ഏറ്റുപറഞ്ഞ് ദൈവത്തെ ആരാധിക്കുക. നമ്മൾ പാടുന്നൊരു മലയാളം ഗാനമുണ്ടല്ലോ, ഹല്ലേലൂയ പാടുമ്പോൾ എന്തു ചെയ്യും? അല്ലലെല്ലാം ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും. പ്രൈസ് ഗാഡ്. അപ്പോൾ നോക്കിക്കേ, സീക്ക് ദ പ്രൈസ് ഓഫ് ഗാഡ്. ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് മനസ്സുണ്ടാകുമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ
അതേ നിരാശകളെ നമുക്ക് അതിജീവിപ്പാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ 43:4 അത് തന്നെയാണ് നമ്മെ ഓർപ്പിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. അടുത്ത വാക്യം എല്ലാവരോടും ചേർന്ന് വായിക്കാമോ? ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ നിന്നെ എന്ത് ചെയ്യും? സ്തുതിക്കും. അപ്പോൾ മനസ്സേ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത് എന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ഭക്തനെ അല്ല. പ്രോബ്ലം താൻ മനസ്സിലാക്കി, പക്ഷേ ആ മനസ്സ് വിഷാദിച്ചിരിക്കുമ്പോഴും പറയുകയാണ്, രാത്രിയിൽ പാട്ട് പാടാൻ എനിക്ക് മനസ്സുണ്ട്, ദൈവത്തെ സ്തുതിക്കാൻ എനിക്ക് മനസ്സുണ്ട്. പ്രൈസ് ഗാഡ്. അതാണ് നമ്മുടെ നിരാശയെ അതിജീവിക്കാൻ നാം ചെയ്യേണ്ടുന്ന വേറൊരു കാര്യം. The fifth principle is, when you are discouraged in life, seek the precepts of God. നാം നിരാശയുടെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ തന്നെ നാം മുറുകെ പിടിക്കണം. ദൈവത്തിൻ്റെ വിധികളെ, കൽപ്പനകളെ, നിയമങ്ങളെ നാം മുറുകെ പിടിക്കണം. ഇവിടെ സങ്കീർത്തനക്കാരൻ ലുക്ക് അറ്റ് ചാപ്റ്റർ 43 വേഴ്സ് 3. അവിടെ എല്ലാവരോടും ചേർന്നൊന്ന് വായിക്കാമോ? നിന്റെ പ്രകാശവും, അടുത്ത പദം, സത്യവും അയച്ചു തരണമേ, അവ എന്നെ നടത്തുമാറാകട്ടെ. എത്ര മനോഹരമായിരിക്കുന്നല്ലേ? ഗാഡ്സ് ലൈറ്റ് ആൻഡ് ട്രൂത്ത് ഫ്രം ദ വേർഡ് വിൽ ഷോ അസ് ദ വേ. സങ്കീർത്തനക്കാരൻ പറയുക, മനസ്സെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങിയിരിക്കുമ്പോൾ, നമ്മൾ ഈ ഡിസ്കറേജ്ഡ് ആയിരിക്കുമ്പോൾ പറയാറുണ്ട്, അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണമെന്ന് എനിക്കറിയത്തില്ല. വെൻ യു ആർ ഡിസ്കറേജ്ഡ് ഇൻ ലൈഫ്, യു ഡോണ്ട് നോ ഹൗ ടു മേക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ യുവർ ലൈഫ്. അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വെക്കണമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഇവിടെ ഭക്തൻ പറയുക, ദൈവമേ, നിൻ്റെ വചനം എനിക്ക് അയച്ചു തരണം, നിൻ്റെ വചനം എന്നെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ നടത്തട്ടെ. ഏത് ഇരുള് മൂടുന്ന ദിവസത്തിലും ദൈവത്തിൻ്റെ വചനത്തിന് നമ്മെ നിർത്താൻ കഴിയും. ആമേൻ, പ്രൈസ് ഗാഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കണം. സങ്കീർത്തനം 119:104 അങ്ങനെയല്ലേ നമ്മൾ വായിക്കുന്നത്? ഇരുളിൽ വെളിച്ചമായി വരുന്ന ദൈവത്തിൻ്റെ വചനം. ഗാഡ്സ് വേർഡ് വിൽ ലീഡ് us ആൻഡ് ഗൈഡ് us ഇൻ ദ ഡേയ്സ് ഓഫ് ഡാർക്ക്നെസ്. ഇരുളിൻ്റെ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നമ്മെ നിലനിർത്താനായി സാധിക്കുകയുള്ളൂ. The sixth principle is, when you are discouraged in life, affirm the sovereign love of God. നാം നിരാശയുടെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അതേ ദൈവത്തിൻ്റെ പരമമായ സ്നേഹത്തെ നാം വ്യക്തമായി മനസ്സിലാക്കണം. ലുക്ക് അറ്റ് ചാപ്റ്റർ 42 വേഴ്സ് 8. 42:8 നോക്കിക്കേ. യഹോവ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും. ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ വ്യക്തമാണ്. The Lord will command his loving kindness in the daytime. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ടാകണം. ഈ ഇരുളിൻ്റെ ദിവസങ്ങൾ വരുമ്പോൾ ആ ഇരുളിൻ്റെ ദിവസങ്ങളെ അതിജീവിപ്പാൻ, നിരാശയുടെ അനുഭവങ്ങളെ അതിജീവിപ്പാൻ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? യേശു കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കണം. നമ്മുടെയൊക്കെ പ്രശ്നം എന്താ? എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ, നമ്മുടെയൊക്കെ പ്രശ്നം എന്താ? നമ്മൾ ഈ ഇരുളിൻ്റെ ദിവസങ്ങളിലും നിരാശയുടെ ദിവസങ്ങളിലും കുത്തിയിരുന്ന് ധ്യാനിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചല്ല. പാസ്റ്റർ വന്നില്ല, കൂട്ടുവിശ്വാസി വന്നില്ല, സ്നേഹിക്കുമെന്ന് പറഞ്ഞ് ആരും വന്നില്ല, വീട്ടുകാർ വന്നില്ല. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാകാം, അവരെല്ലാം വരട്ടെ. പക്ഷേ ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ദേ ഹാവ് ലിമിറ്റേഷൻസ്. നിങ്ങൾ ഈ ആശ്രയിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും അതേ പരിമിതികളുണ്ട് ദൈവമക്കളെ. വേറൊരു വ്യക്തി പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലാൻ നിങ്ങൾക്കെല്ലാം ഇപ്പോഴും സാധിക്കുമോ? അപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മുടെയൊക്കെ അടുക്കലേക്ക് ഓടി വരാനും നമ്മെ സ്നേഹിക്കാനും ഒക്കെ ഈ ഇടത്തും വലത്തും ഇരിക്കുന്നവർക്ക് പരിമിതികളുണ്ട്. എന്നാൽ പരിമിതികളില്ലാതെ നമ്മെ സ്നേഹിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ യേശു കർത്താവ്. എപ്പോഴും ക്രൂശിനെ ധ്യാനിച്ചോണം. സ്നേഹത്തെക്കുറിച്ച് ഓർക്കാൻ ഏറ്റവും വലിയ എക്സാമ്പിള്, ഓൾവേസ് മെഡിറ്റേറ്റ് ഓൺ ദ ക്രോസ്. ക്രൂശിനെ ധ്യാനിച്ചോളണം. എപ്പോഴും ക്രൂശിനെ ധ്യാനിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ യേശു കർത്താവിൻ്റെ സ്നേഹത്തെ ഓർക്കാൻ കഴിയും. യേശു കർത്താവിൻ്റെ സ്നേഹത്തെ ഓർക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നമെന്ന് പറയുന്നത് രോഗവും ഈ ലോകത്തിലെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നുമല്ല. ദി അൾട്ടിമേറ്റ് പ്രോബ്ലം ദാറ്റ് വി ഫേസ്ഡ് ഇൻ അവർ ലൈഫ് വാസ് ദ പ്രോബ്ലം ഓഫ് സിൻ. മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നം പാപമായിരുന്നു. അങ്ങനെയെങ്കിൽ പാപത്തിന് പരിഹാരം തരാനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന് കഷ്ടമനുഭവിച്ച് ക്രൂശിൽ മരിച്ച് തൻ്റെ ജീവനെ തന്ന് തൻ്റെ രക്തം ഒഴുക്കി തന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ ഇരുളിൻ്റെ ദിവസത്തിൽ നിങ്ങളെ വിട്ടിട്ട് പോകത്തില്ല. He says, I will never leave you, nor forsake you. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ലെന്ന് പറയാൻ ഒരുവനേ കഴിയത്തുള്ളൂ.
അതെൻ്റെ യേശു കർത്താവിനാ. അപ്പോൾ നിരാശയെ അതിജീവിപ്പാൻ അവർ സ്നേഹിച്ചില്ല, ഇവർ സ്നേഹിച്ചില്ല എന്നൊന്നും പറയരുത്. ലോകത്തിലെ എല്ലാ സ്നേഹങ്ങൾക്കും പരിമിതികളുണ്ട്. എന്നാൽ പരിമിതിയില്ലാത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ ലിമിറ്റ്ലെസ് ലവ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുമല്ലോ റെക്ലെസ് ലവ് എന്നൊക്കെ. അത് ഞാനൊന്നും കൂടെ പറയുന്നു, ലാവിഷ് ലവ്. ഇത്ര അതേ സ്നേഹം, വാക്കുകൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത സ്നേഹം യേശുവിലൂടെ നമുക്ക് ലഭിക്കും. ആ യേശുവിൻ്റെ സ്നേഹത്താൽ നിരാശയെ അതിജീവിപ്പാനായിട്ട് കഴിയട്ടെ. The seventh principle, when you are discouraged in life, remember the past experiences. നാം നിരാശയുടെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ കഴിഞ്ഞകാല അനുഭവങ്ങളെക്കുറിച്ച് ഓർക്കണം. എന്താ കഴിഞ്ഞകാല അനുഭവങ്ങൾ എന്ന് പറഞ്ഞത്? Look at verse 6, chapter 42 verse 6. 6-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവെന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ എല്ലാവരോടും ചേർന്നെന്ന് പറഞ്ഞേ ഓർക്കുന്നു. ആരെ ഓർക്കുന്നു? ദൈവത്തെ ഓർക്കുന്നു. ദൈവത്തെ ഓർക്കുന്നു. പ്രൈസ് ഗാഡ്. അപ്പോൾ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഒക്കെ ഒന്ന് ഓർക്കണം. എന്താ അവിടെ ആ 3 പദങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നത്? സങ്കീർത്തനക്കാരൻ 3 അതേ പ്രദേശങ്ങളുടെ പേരിങ്ങനെ എഴുതി വെക്കുന്നത് ഒരു വാക്യം അങ്ങ് നിറയ്ക്കാൻ വേണ്ടിയല്ല. വീണ്ടും നോക്കിക്കുക. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തെക്കുറിച്ച് ദൈവമക്കൾക്ക് എന്താ ഓർക്കാനുള്ളത്? വാഗ്ദത്ത നാട് പ്രവേശിക്കുന്നതിന് തടസ്സമായി നിന്ന ആ സ്ഥലത്ത്, യോർദാൻ കര കഴിഞ്ഞൊക്കെ ഒഴുകിയ സ്ഥാനത്ത് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് യോർദാനിലേക്ക് ചവിട്ടിയപ്പോൾ എന്താ സംഭവിച്ചത്? യോർദാൻ 2ആയി മാറി, അല്ലേ? വലിയ ഒരു പ്രശ്നത്തെ അവർ അഭിമുഖീകരിച്ചു. പക്ഷേ യോർദാൻ്റെ പ്രദേശങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്ന് സങ്കീർത്തനക്കാരന് നന്ദിയുള്ള ഹൃദയത്തോടെ ഓർക്കാൻ കഴിയും. ദൈവം അത്ഭുതം പ്രവർത്തിച്ചൊരു സ്ഥലമാണ് യോർദാൻ്റെ സ്ഥലമെന്ന് പറയുന്നത്. ഇനി ഹെർമോൻ പർവ്വതം എന്ന് പറയുമ്പോൾ എന്താ ഓർക്കാനുള്ളത്? നമുക്കറിയാം, അതേ ദൈവജനത്തിൻ്റെ മുന്നേറ്റത്തെ തടഞ്ഞ 2 രാജാക്കന്മാരായിരുന്നു. അമ്മോനി രാജാവായ സീഹോനും ബാഷാൻ രാജാവായ ഓഗും. ചരിത്രം വ്യക്തമായി പറയുന്നു, ഈ 2 രാജാക്കന്മാരും തോൽപ്പിക്കപ്പെട്ട സ്ഥലമാണ് ഹെർമോൻ പർവ്വത നിരകൾ. 3-ാമതായിട്ട് മിസാർ മലയെക്കുറിച്ച് എന്താ പറഞ്ഞു വരുന്നത്? ദൈവമക്കൾക്ക് ന്യായപ്രമാണം ലഭിക്കപ്പെട്ട അതേ പർവ്വതം എന്ന് പറയുന്ന സ്ഥലമെന്ന് പറയുന്നത് സീനായി പർവ്വതമാണ്, അല്ലേ? അപ്പോൾ സീനായിയോട് ചേർന്ന് കിടക്കുന്ന ഒരു അതേ സ്ഥലമാണ് മിസാർ മലയെന്ന് പറയുന്നത്. സമയത്തിന് ചുരുക്കത്താൽ വേഗത്തിൽ പോകട്ടെ. ഈ 3 സ്ഥലങ്ങളും ഓർക്കുമ്പോൾ ഒരു ഭക്തന്, ദൈവമക്കൾക്ക് പറയാൻ കഴിയും, ഇതെല്ലാം ദൈവം പ്രവർത്തിച്ച പൂർവകാല കൃപകളുടെ വേദികളാണ്. ആമേൻ, ആമേൻ. ദൈവം പ്രവർത്തിച്ച പൂർവകാല കൃപകളുടെ വേദികളാണ്. അങ്ങനെയെങ്കിൽ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. ഇവിടെ ഭക്തൻ പറയാം, മനസ്സേ, നീ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വിഷമിക്കുകയാണ്, പക്ഷേ എനിക്ക് ഓർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനേക്കാൾ വലിയ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടെങ്കിൽ, കഴിഞ്ഞ കാലത്ത് ഒരു സ്റ്റെപ്പ് എങ്ങനെ മുമ്പോട്ട് വെക്കണമെന്നറിയാതെ രാത്രിയിൽ പകലും ഞാൻ ഒരുപാട് വിഷമഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ, നിരാശയുടെ അനുഭവം കൂടെ കടന്നുപോയപ്പോൾ, അൺഎക്സ്പെക്റ്റഡായ ഇഷ്യൂസ് എൻ്റെ ജീവിതത്തെ തകർത്ത് കളയുവാനായി വന്നപ്പോൾ, അവിടെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു യേശു കർത്താവ് ഉണ്ടെങ്കിൽ, ഈ ദിവസത്തിൽ ഇന്ന് ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയത്തിലും എനിക്ക് പരിഹാരം തരുവാൻ അവൻ ശക്തനാ. ഓർക്കണം. ഇത് ഒരുപാട് ആളുകളും പ്രശ്നം വരുമ്പോൾ ഓർക്കുന്നത് എന്താണെന്നറിയാമോ? ഈ പ്രശ്നം വരാനുണ്ടായ കാരണങ്ങളും ഈ പ്രശ്നം വരുത്തി വെച്ച വ്യക്തികളും എനിക്കെതിരെ നിന്നവരും. ഞാൻ പലപ്പോഴും എൻ്റെ സഭയെ പറയാറുണ്ട്, രാവിലെ നല്ല ഉന്മേഷത്തോടെ എഴുന്നേറ്റ് വരാൻ ആഗ്രഹിക്കുന്നത്, ഇന്നത്തെ ദിവസത്തിൽ മീനിങ് ഫുള്ളായിട്ട് എന്തെങ്കിലുമൊക്കെ സാധിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് എഴുന്നേറ്റ് വരുമെങ്കിലും അന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ദുഷ്ടനാദ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതെന്ന് അറിയാമോ? ഇന്നലെ നമുക്കെതിരെ നിന്ന കുറേ വ്യക്തികൾ, ഇന്നലെ നമുക്ക് എതിരെ അനേകർ പറഞ്ഞ വാക്കുകൾ, ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് നമ്മളതങ്ങ് ധ്യാനിക്കും. നമ്മളങ്ങോട്ട് ധ്യാനിച്ചിട്ട് അന്നത്തെ ദിവസത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇല്ലാതാക്കും. പക്ഷേ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഓർക്കാനുള്ളത് സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ്. ഇന്നലകളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തെക്കുറിച്ചാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, മനസ്സേ, നീ വിഷമിക്കേണ്ട, കഴിഞ്ഞ കാലങ്ങളിൽ അതെ എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച വിധങ്ങളുണ്ട്. ആ ദൈവം ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനാണ്. ആസ്യയിൽ ഉണ്ടായ കഷ്ടത്തിന് മുമ്പിൽ മരണത്തെ മുഖാമുഖമായി കണ്ട ദൈവദാസൻ പറയുകയാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന അതേ ശക്തി ഞങ്ങളിലേക്ക് വ്യാപരിച്ചപ്പോൾ
ഞങ്ങൾക്ക് എന്തുണ്ടായി? അവിടെ നിന്ന് വിടുതലുണ്ടായെന്ന് മാത്രമല്ല, ഒരു ഭയങ്കര കോൺഫിഡൻസ് താൻ അവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇന്നലകൾ വിടുവിച്ച ദൈവം ഇന്നും വിടുവിക്കും, മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. ആമേൻ. വേഗത്തിന് മുമ്പോട്ട് പോകട്ടെ. When you are discouraged, 8th principle, when you are discouraged in life, seek God with the people of God. നമ്മൾ നിരാശയിൽ കൂടെ കടന്നു പോകുമ്പോൾ കൂട്ടായ്മയിലുള്ള ദൈവജനത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ അന്വേഷിക്കണം. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇവിടെ നോക്കിക്കുക, 42:4 നോക്കിക്കുക, വേഗത്തിൽ വായിക്കുക. 42:4 എന്താ നമ്മൾ വായിക്കുന്നത്? ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടു കൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നതോർത്ത് എൻ്റെ ഉള്ളം എന്നിൽ പകരുന്നു. സമൂഹമധ്യേ. ഇന്നത്തെ ഒരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവമക്കളെ ചർച്ചയിൽ നിന്ന് അകന്ന് നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ചിലർ വിചാരിക്കുന്ന ഈ അങ്ങ് മാറിപ്പോയാൽ, ഒറ്റപ്പെട്ട് നിന്നാൽ എന്തോ ഒരു വലിയ വിജയമാണ്. വളരെ വ്യക്തമായി ഇന്ന് രാവിലെ കാലം ദൂത് കേൾക്കണേ, പിശാചിൻ്റെ ഏറ്റവും വലിയ അടവാത്. നമുക്ക് ഈ എന്തെന്നില്ലാത്ത സിമ്പതി പിടിച്ചു പറ്റാനായി നാം ശ്രമിക്കും. അതാണ് മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. നമുക്ക് ഒത്തിരി സിമ്പതി ആവശ്യമാണ്. പക്ഷേ ഈ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി നമ്മൾ എന്താണെന്ന് അറിയാമോ, എല്ലാവരിൽ നിന്ന് ഇങ്ങോട്ട് അകന്ന് പോകും. കൂട്ടായ്മയിൽ നിന്ന് വിട്ടുപോകും, പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുപോകും, പൊതുവെ ആരാധനയിൽ നിന്ന് വലിഞ്ഞു നിൽക്കാനായി ആഗ്രഹിക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹം അതല്ല. എൻ്റെ വിഷമഘട്ടങ്ങളെ നേരിടാൻ, എൻ്റെ നിരാശകളെ നേരിടാൻ ഞാൻ ദൈവജനത്തോടെ ചേർന്ന് തന്നെ നിൽക്കും. സഭ ഒരിക്കലും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പലവിധമായ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ഒരിക്കലും ഫെലോഷിപ്പ് വിട്ടു പോകരുത്. ആമേൻ. ദൈവമായിട്ടുള്ള സംസർഗത്തിലും ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തെ നേരിടാൻ സാധിക്കുകയുള്ളൂ. ലാസ്റ്റ് പ്രിൻസിപ്പിൾ 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. When you are discouraged in life, preach to your own soul. നാം നിരാശയിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിനോട് നമ്മൾ തന്നെ സംസാരിക്കണം, ദൂത് പറയണം. ഇവിടെ എന്താ സങ്കീർത്തനക്കാരൻ 5:11-43-5 പറയുന്നത്? എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിഞ്ഞിറങ്ങുന്നത് എന്ത്? പിന്നെ എന്തോ ചെയ്യണം? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അപ്പം ഈ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ വേഗത്തിൽ പറയുക, നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ വന്ന് നമ്മുടെ തലയെ കൈവച്ചൊരു ദൂത് പറഞ്ഞില്ലെങ്കിൽ ചിലർക്ക് ഭയങ്കര പ്രശ്നമാണ്. നിങ്ങളൊരു വിഷമഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ തലയെ കൈവച്ച് ദൂത് പറയാനായിട്ട് ആരും വന്നെന്ന് വരികയില്ല. എല്ലാവർക്കും പരിമിതികളുണ്ട്. പക്ഷേ അത് വരട്ടെ. ചില സമയങ്ങളിലൊക്കെ ദൈവം നിയോഗിച്ച് അയക്കുന്നവർ വരട്ടെ. പക്ഷേ ഓരോ ദിവസവും ഇനി അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ തന്നെ തലയെ കൈവച്ചേച്ച് നിങ്ങളോട് ദൂത് പറയണം. മനസ്സെ ഇങ്ങനെ വിഷാദിച്ചിരിക്കേണ്ട കാര്യമില്ല, ദൈവത്തിൽ പ്രത്യാശ വെക്കുക, ദൈവം നിന്നെ സഹായിക്കുമെന്ന് നമുക്ക് നമ്മുടെ മനസ്സിനോടൊന്ന് പറയാൻ കഴിയത്തില്ലേ? മാർട്ടിൻ ലോയ്ഡ് ജോൺസ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ ദൈവദാസനുണ്ട്. ഇംഗ്ലണ്ടിൽ വർഷങ്ങൾ ശുശ്രൂഷിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: വി ഗോ ത്രൂ അൺഹാപ്പിനെസ് ബിക്കോസ് യു ലിസൺ ടു യുവർ സോൾ ഇൻസ്റ്റെഡ് ഓഫ് preaching or talking to your soul. ഒരു പ്രാവശ്യം കൂടി ഞാനത് പറയാം. We go through unhappiness in life because you listen to your soul instead of you preaching or talking to your soul. നമ്മളൊക്കെ ഒരുപാട് വിഷമത്തിലും നിരാശയിലും ഇങ്ങനെ അങ്ങ് പോകാൻ കാരണം നമ്മുടെ മനസ്സ് പറയുന്ന മന്ത്രിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കേൾക്കത്തുള്ളൂ. മനസ്സ് രാവിലെ പറയും, നിൻ്റെ ലൈഫേ ശരിയാകാൻ പോകുന്നില്ല, യു ആർ എ ഫെയിലിയർ, യു ആർ നോട്ട് ഗോയിങ് ടു മേക്ക് ഇറ്റ് ത്രൂ. നമ്മൾ പാടിയത് മേക്ക് ഇറ്റ് ത്രൂ എന്നാണ് ഇവിടെ പാടിയെങ്കിലും വീട്ടിൽ ചെന്ന് ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സ് നമ്മളോട് പറയും, നിന്നെ കൊണ്ട് പറ്റത്തില്ല, യു വിൽ നോട്ട് മേക്ക് ഇറ്റ് ത്രൂ, യു ആർ എ ഫെയിലിയർ ഇൻ ലൈഫ്. ഇത് കേട്ടിങ്ങനെ അങ്ങ് ഇരിക്കുക. പക്ഷെ അതല്ല ദൈവദാസൻ പറയുന്നത്. അതിന് പകരം നമ്മുടെ മനസ്സിനോട് നമ്മൾ പ്രസംഗിക്കണം. പ്രീച്ച് ടു യുവർ ഓൺ സോൾ. നമ്മുടെ മനസ്സിനോട് പ്രസംഗിക്കണം. എന്താ? മനസ്സെ ഇങ്ങനെ വിഷാദിച്ച് ഞരങ്ങേണ്ട ആവശ്യമില്ല. പുട്ട് യുവർ അൾട്ടിമേറ്റ് ട്രസ്റ്റ് ഇൻ ഗാഡ്. ദൈവത്തിൽ തന്നെ നിൻ്റെ പ്രത്യാശ നീ വെക്കുക. നിന്നെ സഹായിപ്പാൻ നിൻ്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ഗാഡ്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ നിരാശകളെ അതിജീവിപ്പാൻ ആവശ്യമായ എല്ലാ റീസോഴ്സസും ഈ ദൈവവചനത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ മനസ്സിനോട് നമ്മൾ ശുശ്രൂഷിക്കണം, നമ്മുടെ മനസ്സിനോട് നമ്മൾ സംസാരിക്കണം. ദൈവമായ കർത്താവ് അതിനുള്ള കൃപ നമുക്ക് നൽകട്ടെ.